അമേരിക്കയിൽ ജീവിക്കാൻ ആഗ്രഹിക്കുന്നവരെ സഹായിക്കുന്ന ഒരു സ്ഥാപനമാണ് USCIS. ഗ്രീൻ കാർഡിനായുള്ള അപേക്ഷകൾ പോലുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഈ ഓഫീസാണ് കൈകാര്യം ചെയ്യുന്നത്. എന്നാൽ ഈ അടുത്ത കാലത്തായി USCISൽ കാര്യങ്ങൾ വളരെ പതുക്കെയാണ് നടക്കുന്നത്. ഓരോ അപേക്ഷയും പൂർത്തിയാകാൻ ഒരുപാട് സമയമെടുക്കുന്നുണ്ട്. ഇത് ഇനിയും വൈകാൻ സാധ്യതയുണ്ടെന്നാണ് വിദഗ്ധർ പറയുന്നത്. ചിലപ്പോൾ ഇപ്പോഴുള്ളതിനേക്കാൾ 2-3 ഇരട്ടി സമയമെടുത്തേക്കാം. USCIS മുൻപ് ജോലി ചെയ്തിരുന്ന ഒരാൾ ഇതിന് പിന്നിലെ രഹസ്യങ്ങൾ വെളിപ്പെടുത്തിയെന്നാണ് അറ്റോർണി ജേക്കബ് സ്പോക്നിക്ക് തൻ്റെ യൂട്യൂബ് ചാനലിലൂടെ പറഞ്ഞത്. എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നതെന്ന് അദ്ദേഹം വിശദീകരിക്കുന്നുണ്ട്. ഒന്നാമത്തെ കാരണം ഈ ഓഫീസിൽ ആവശ്യത്തിന് ജീവനക്കാരില്ല എന്നതാണ്. ഇത് ഒരു കടയിൽ ആവശ്യത്തിന് കാഷ്യർമാരില്ലാത്ത അവസ്ഥ പോലെയാണ്. ആളുകൾക്ക് വേഗത്തിൽ സാധനങ്ങൾ വാങ്ങി പോകാൻ കഴിയില്ല. ഈ പ്രശ്നം കൂടുതൽ ഗുരുതരമായി കൊണ്ടിരിക്കുകയാണ്. USCISൽ ജോലി ചെയ്യുന്നവർക്ക് അവരുടെ കഠിനാധ്വാനത്തിന് അനുസരിച്ചുള്ള ശമ്പളം ലഭിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ പലരും ജോലി ഉപേക്ഷിച്ച് പോകുന്നു. പ്രൊമോഷൻ കിട്ടാനും ബുദ്ധിമുട്ടാണ്. ഇവിടെ നിന്നും ആളുകൾ പോകുന്നതിനനുസരിച്ച് പുതിയ ആളുകൾ വരുന്നുമില്ല. ഒരു വർഷത്തിനുള്ളിൽ നിരവധി ആളുകൾ USCISൽ നിന്നും രാജിവെച്ച് പോയെന്നാണ് പറയുന്നത്. പുതിയ ജീവനക്കാർ വരുമ്പോൾ അവർക്ക് പരിശീലനം നൽകണം. എന്നാൽ ഒരുപാട് ആളുകൾ പോവുകയും പുതിയ ആളുകൾ വന്നുകൊണ്ടിരിക്കുകയും ചെയ്യുന്നതുകൊണ്ട് ചില ജീവനക്കാർക്ക് ശരിയായ പരിശീലനം കിട്ടുന്നില്ല. ഇത് പല പ്രശ്നങ്ങൾക്കും കാരണമാകുന്നുണ്ട്. ചിലപ്പോൾ അവർ നിങ്ങൾ കൊടുത്ത രേഖകൾ തന്നെ വീണ്ടും ചോദിച്ചേക്കാം. അല്ലെങ്കിൽ നിങ്ങളുടെ അപേക്ഷയ്ക്ക് ആവശ്യമില്ലാത്ത കാര്യങ്ങൾ പോലും ആവശ്യപ്പെട്ടേക്കാം. ഇത് നിങ്ങളെ നിരാശരാക്കുകയും കാര്യങ്ങൾ വൈകിപ്പിക്കുകയും ചെയ്യും. ഓഫീസിലെ മേലധികാരികൾ കാരണവും പ്രശ്നങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ചില മേലധികാരികൾ നല്ലവരായിരിക്കും, എന്നാൽ മറ്റു ചിലരുടെ ജോലി ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും. ഇത് ജീവനക്കാർക്ക് അവരുടെ ജോലി ശരിയായി ചെയ്യാൻ തടസ്സമുണ്ടാക്കും. ഇത് നിങ്ങളുടെ അപേക്ഷ അംഗീകരിക്കണോ വേണ്ടയോ എന്നതിനെ ബാധിക്കും. കൂടുതൽ വിവരങ്ങൾ ചോദിക്കാനും ഇത് കാരണമാകും. ഇതിനെല്ലാം പുറമെ USCIS അപേക്ഷകളിൽ കൂടുതൽ പരിശോധനകൾ നടത്താൻ തുടങ്ങിയിട്ടുണ്ട്. എല്ലാ കാര്യങ്ങളും സൂക്ഷ്മമായി പരിശോധിക്കാനാണ് അവരുടെ ശ്രമം. അതുകൊണ്ട് നിങ്ങൾ അപേക്ഷിക്കുമ്പോൾ തന്നെ എല്ലാ രേഖകളും നൽകാൻ ശ്രമിക്കുക. അല്ലെങ്കിൽ അവർ പിന്നീട് അത് ചോദിക്കും. അത് നിങ്ങളുടെ അപേക്ഷയുടെ സമയം വീണ്ടും വൈകിപ്പിക്കും. അഭിമുഖങ്ങളിലും മാറ്റങ്ങൾ വരുന്നുണ്ട്. വിവാഹിതരായ ദമ്പതികളുടെ കാര്യത്തിൽ കൂടുതൽ അഭിമുഖങ്ങൾ നടത്തുന്നു. ഈ അഭിമുഖങ്ങളിൽ ഭർത്താവിനെയും ഭാര്യയെയും വെവ്വേറെ ഇരുത്തി ചോദ്യങ്ങൾ ചോദിക്കും. അവരുടെ ഉത്തരങ്ങളിലെ ചെറിയ വ്യത്യാസങ്ങൾ പോലും അവർ ശ്രദ്ധിക്കും. ചിലപ്പോൾ ടൂത്ത് പേസ്റ്റിൻ്റെ നിറത്തെക്കുറിച്ചോ ബെഡ്റൂമുകളുടെ എണ്ണത്തെക്കുറിച്ചോ ഉള്ള ചെറിയ അഭിപ്രായ വ്യത്യാസങ്ങൾ പോലും പ്രശ്നങ്ങൾ ഉണ്ടാക്കാനുള്ള സാധ്യതയുണ്ട്. USCISൽ മതിയായ ജീവനക്കാരില്ലാത്തതും ആളുകൾ പെട്ടെന്ന് ജോലി ഉപേക്ഷിച്ച് പോകുന്നതും ശരിയായ പരിശീലനം കിട്ടാത്തതും കൂടുതൽ പരിശോധനകൾ നടത്തുന്നതും അഭിമുഖങ്ങൾ കൂടുതൽ കർശനമാക്കുന്നതുമെല്ലാം അപേക്ഷകൾ വൈകാൻ കാരണമാകുന്നുണ്ട്. ഇത് ഇനിയും തുടരുമെന്ന് തന്നെയാണ് കരുതുന്നത്. ഇങ്ങനെയൊക്കെ സംഭവിക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണമെന്ന് നോക്കാം. ശാന്തമായിരിക്കാനും തയ്യാറെടുപ്പോടെ ഇരിക്കാനുമാണ് അറ്റോർണി ജേക്കബ് സ്പോക്നിക്ക് പറയുന്നത്. അപേക്ഷ അയക്കുമ്പോൾ ആവശ്യമായ എല്ലാ രേഖകളും നൽകുക. നിങ്ങൾക്ക് അഭിമുഖമുണ്ടെങ്കിൽ നിങ്ങളെ പങ്കാളികളിൽ നിന്ന് വേർപെടുത്തി ചോദ്യങ്ങൾ ചോദിക്കാൻ സാധ്യതയുണ്ടെന്ന് ഓർക്കുക. സത്യസന്ധമായിരിക്കുക, നന്നായി തയ്യാറെടുക്കുക. നിങ്ങളൊരു അപേക്ഷ ഫയൽ ചെയ്യാൻ ആലോചിക്കുന്നുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് ചെയ്യുന്നതാണ് നല്ലത്. ഇപ്പോഴത്തെ അവസ്ഥയിൽ കാലതാമസം ഉണ്ടായെങ്കിലും പിന്നീട് ഇനിയും കൂടുതൽ കാലതാമസം ഉണ്ടാകാൻ സാധ്യതയുണ്ട്.